ആൻറ്റിബയോട്ടിക് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കാരണം ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാതിരിക്കുമ്പോൾ ഈ സാധനം എടുത്ത് വയ്ക്കാനുണ്ട്, ചിലപ്പോൾ മറക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് മുടക്കാനും തരില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ എനിക്ക് ഓർമ്മ വന്നാൽ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിനെ വേഗം കുളിപ്പിക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഓർത്തത് എൻ്റെ മെഡിസിൻ ഇന്ന് തീരുകയാണ് കേട്ടോ. 5 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തീരുകയാണ്. അപ്പോൾ നാളത്തേക്ക് മെഡിസിൻ ഇല്ല. സത്യം പറഞ്ഞാൽ മെഡിസിനാണ് ഞാൻ നിൽക്കുന്നത്. മെഡിസിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തുടങ്ങും മേലൊക്കെ ആകെ തടിച്ച് പൊന്തലൊക്കെ. അപ്പോൾ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ ചെന്നോളാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? ചേട്ടനെയൊക്കെ വിളിച്ച് വരുത്തി ഹോസ്പിറ്റലിൽ പോയി. കാരണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേലൊക്കെ ആകെ തടിച്ച് ചൊറിഞ്ഞ് മാന്തിക്ക് ഇരിക്കേണ്ടി വരും. അലർജിയുടെ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോൾ എങ്ങനെ മാറ്റുന്ന ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അങ്ങനെ വേഗം കണ്ണൻകുട്ടിനെ റെഡിയാക്കി കല്യാണിനെ സ്കൂളിലൊക്കെ വിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ ജൂബിലിയിലേക്ക്. ഡോക്ടർ എന്തായാലും കണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ മരുന്ന് ആദ്യം വാങ്ങി കഴിക്കണം. പക്ഷേ ആൻറ്റിബയോട്ടിക്കൊക്കെ ആയത് കാരണം 5 ദിവസം അതിൻ്റെ ഒരു ഡോസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ തന്നെ നിവർത്തിയുള്ളൂ. നല്ല മഴയായിരുന്നു അല്ലേ? എന്തെന്നാ പറയണേ മഴ, ഭയങ്കര മഴ കേട്ടോ. പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. കണ്ണൻ എന്തായാലും ടൂർ പോകണ പോലെ ഇരിക്കുന്നത്. കണ്ണനും കൊണ്ട് പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല. കാരണം അവന് വയ്യാത്ത സമയത്തൊരു യാത്ര. പക്ഷേ ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ ഒരു നിവർത്തിയില്ല. അങ്ങനെ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെ റൂമിലേക്ക് കയറ്റിയിരുന്നു. അപ്പോൾ കണ്ടെന്ന് നോക്കുമ്പോൾ ഡോക്ടർ ഇല്ലാണ്ട് ഡോക്ടർ റൂമിൽ ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നേഴ്സ് പുറത്തിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റൂമിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞാനും കണ്ണനും ഡോക്ടർ റൂമിൽ കയറിയിരുന്നു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രം റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവനെന്തൊരു കൗതുകമൊക്കെ തോന്നി. അങ്ങനെ ഞാൻ മെഡിസിനൊക്കെ വാങ്ങി മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലർജിയുടെ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അന്ന് പനി വന്നപ്പോൾ ബോഡിയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്ന് പെട്ടിട്ടുണ്ട്. ആ ഇൻഫെക്ഷൻ ബോഡിയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ സാധാരണ അലർജി അല്ല അതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നേരത്തെ എപ്പോഴും മഴ. അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ വരുന്ന വഴിക്ക് കണിമംഗലത്തുള്ള ആ ഒരു കടയിൽ കയറി ചായ കുടിക്കാനിരുന്നിട്ട്. അപ്പോൾ കണ്ണന് കൊടുക്കാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവനവിടെ ഇരുന്ന് കൊടുക്കാന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കുറേ നേരം വേണമല്ലോ. എന്നാലും ഞാൻ ഉള്ളിവടയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പൊട്ടിച്ചൊക്കെ വായാലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നതേ സൈബർ സെല്ലിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ ഇരിഞ്ഞാലക്കുടയുള്ള സൈബർ സെല്ലിലേക്കായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് കുറച്ച് പ്രശ്നത്തിലൊക്കെ നിൽക്കുക. ഞാനത് പബ്ലിക്കിൽ വന്ന് പറയാതിരുന്നതാണ്. കാരണം അത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 2-3 പ്രാവശ്യം ഞാൻ നടക്കേണ്ടി വന്നു സൈബർ സെല്ലിലേക്ക്. എങ്കിലും ഇന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് എനിക്കത് കംപ്ലീറ്റ്ലി റെഡിയാക്കി ഓക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കല്യാണിയുടെ ടീച്ചർ വിളിക്കുന്നത്. കല്യാണിക്ക് ചെറിയ ശ്വാസം മുട്ടലും ചുമയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നേരെ കല്യാണിയുടെ സ്കൂളിൽ വന്ന്, സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്താണ്. സ്കൂളിലേക്കാണ് ആദ്യം വന്നത്. വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണിക്കുട്ടീനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ആൾക്ക് ചെറിയ ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആളിങ്ങനെ അതിനെപ്പറ്റി പറയായിരുന്നു. അമ്മ ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് ടീച്ചർമാർ പറഞ്ഞു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഇരുന്നത് കേട്ടോ. അപ്പോഴേക്കും ദേ ആയിട്ടുണ്ടായി 3 മണി. വിശന്ന് ആകെ വലഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ വന്ന് കയറിയത്.